നമസ്കാരം, നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പാലത്തറ ഗേറ്റ് അഞ്ചുമൂല റോഡ് നവീകരണത്തിനായി 3 കോടി രൂപ അനുവദിച്ചതായി വി.ടി. ബൽറാം എം.എൽ.എ. പൊതുമരാമത്ത് വകുപ്പ് നിധിയിൽ നിന്നുമാണ് തുക അനുവദിച്ചിട്ടുള്ളത്. പാതയെ BM&BC നിലവാരത്തിൽ ആധുനികവൽക്കരിക്കുമെന്നും എം.എൽ.എ. അറിയിച്ചു. അതേസമയം പാതയുടെ താൽക്കാലിക അറ്റകുറ്റപ്പണികൾക്കായി 25 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ നടന്നുവരികയാണ്. 2 ആഴ്ചയ്ക്കകം റോഡിലെ കുഴികൾ അടച്ച് യാത്രായോഗ്യമാക്കും. 7 തവണയാണ് പാതയുടെ അറ്റകുറ്റപ്പണികൾക്കായി ടെൻഡർ വിളിച്ചതെങ്കിലും ഈ അടുത്താണ് റോഡ് നവീകരണം ഏറ്റെടുക്കാൻ കരാറുകാരൻ എത്തിയത്. പാത ആധുനിക രീതിയിൽ നവീകരിക്കാൻ 3 കോടി രൂപ അനുവദിച്ച സാഹചര്യത്തിൽ എത്രയും വേഗം സാങ്കേതിക നടപടികൾ പൂർത്തീകരിച്ച് ടെൻഡർ നടപടികൾ ആരംഭിക്കാൻ PWD വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയതായി വി.ടി. ബൽറാം എം.എൽ.എ. അറിയിച്ചു. പരുതൂർ പഞ്ചായത്തിലെ പാലത്തറ ഗേറ്റ് മുതൽ അഞ്ചുമൂല വരെയുള്ള PWD റോഡ് അത് കേടുവന്നിട്ട് കുറേ കാലങ്ങളായി ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്ന തരത്തിൽ തുടരുകയായിരുന്നു. 25 ലക്ഷം രൂപ അതിനുവേണ്ടി അനുവദിക്കപ്പെട്ടിരുന്നു. 7 തവണ അത് ടെൻഡർ ചെയ്തുവെങ്കിലും ആരും നിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുക്കാൻ തയ്യാറായി കടന്നു വരാത്തത് കൊണ്ടാണ് ആ പ്രവൃത്തി അവിടെ അങ്ങനെ തന്നെ കിടന്നുപോയത്. ഏതായാലും ഇപ്പോൾ ആ പ്രവൃത്തി ഒരു കോൺട്രാക്ടർ ഏറ്റെടുത്ത് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ട്രാഫിക്കബിൾ ആക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ പ്രവൃത്തികൾ അടുത്ത ഒരു 3-4 ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഈ റോഡിന് വേണ്ടി ഇപ്പോൾ PWDയിൽ നിന്ന് അത് BMDC ചെയ്യുന്നതിന് വേണ്ടി 3 കോടി രൂപ അനുവദിക്കപ്പെട്ടു. വാഹന പരിശോധനയ്ക്കിടെ അമിത ഫൈൻ ഈടാക്കിയെന്നാരോപിച്ച് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തു. വരവൂർ കുമരപ്പനാൽ പറമ്പിൽ പീടികയിൽ മുസ്തഫ, മകൻ ഗഫൂർ എന്നിവരെയാണ് ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 19-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ദേശമംഗലം തലശ്ശേരി ഭാഗത്ത് വാഹന പരിശോധന നടത്തിക്കൊണ്ടിരുന്ന റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ MP ഷമീറിനെയും വടക്കാഞ്ചേരി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ R അരുൺ, പീയൂഷ് എന്നിവരടങ്ങിയ സംഘത്തെയും ആക്രമിക്കുകയായിരുന്നു. വാഹനമോടിക്കുന്നതിനിടെ മൊബൈൽ ഉപയോഗിച്ച് അപകടകരമായ വിധത്തിൽ വാഹനം ഓടിച്ചു വരുന്നത് കണ്ട് മുസ്തഫയ്ക്ക് 15,500 രൂപ ഉദ്യോഗസ്ഥർ പിഴ ചുമത്തി ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് മുസ്തഫയും മകനും ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. അന്ന് തന്നെ ചെറുതുരുത്തി പോലീസ് ഉദ്യോഗസ്ഥർ പരാതി നൽകിയിരുന്നു. പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഒളിവിലായിരുന്ന ഇവരെ പിടികൂടാനായിരുന്നില്ല. പിന്നീട് അന്വേഷണം ഊർജിതമാക്കിയതിനെ തുടർന്നാണ് CI സുരേന്ദ്രൻ കല്ലിയാടന്റെയും SI ആന്റണി ക്രോംസൺ അരുജയുടെയും നേതൃത്വത്തിലുള്ള സംഘം മുസ്തഫയെയും മകനെയും അറസ്റ്റ് ചെയ്തത്. ഇവരെ കോടതിയിൽ ഹാജരാക്കി. മകൻ ഗഫൂറിനെ റിമാൻഡ് ചെയ്തു. മുസ്തഫയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് വിട്ടയച്ചു. CCTV ന്യൂസ്, തളി. കുത്തക ചാനലുകളേക്കാൾ പ്രാദേശിക ചാനലുകളുടെ പ്രസക്തി ഏറെ വലുതാണെന്ന് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് കെ രാജൻ. കേരള മീഡിയ അക്കാദമിയുടെയും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെയും കേരള വിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച മൊബൈൽ ജേർണലിസം ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാട്ടിൻപുറങ്ങളിലെ വാർത്തകൾ അതിവേഗം ജനങ്ങളിലെത്തിക്കുന്നതിൽ പ്രാദേശിക മാധ്യമങ്ങളുടെ പങ്ക് വലുതാണ്. മാധ്യമരംഗത്തെ കുത്തകവൽക്കരണത്തിനെതിരെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേരള വിഷനും പ്രാദേശിക ചാനലുകളും നടത്തിയ പോരാട്ടം അഭിനന്ദനാർഹമാണെന്നും കെ രാജൻ കൂട്ടിച്ചേർത്തു. നമ്മുടെ രാജ്യത്ത് മാധ്യമ പ്രവർത്തനങ്ങളുടെ തലയ്ക്കുമീതെ എല്ലാ ചെറിയ ചെറിയ മാധ്യമങ്ങളെയും വിഴുങ്ങി തിമിംഗലങ്ങൾ മാത്രം മതി എന്ന് വിശ്വസിക്കുന്നവരോട് അല്ല എന്ന് പറയാൻ ചില വാക്കുകൾ COയെ പോലെ, കേരള വിഷനെ പോലെ, ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പ്രാദേശിക ചാനലുകളുടെ സംഘാടനത്തിലൂടെ ഉയർത്തിപ്പിടിച്ച ഒരു പൊതുരാഷ്ട്രീയമുണ്ട്. അത് കക്ഷി രാഷ്ട്രീയമല്ല, പൊതുരാഷ്ട്രീയമുണ്ട്. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ അധ്യക്ഷത വഹിച്ചു. മുഖ്യധാര ചാനലുകൾ മറ്റു താൽപര്യങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ സത്യസന്ധമായും വിശ്വാസ്യതയാർജിച്ചും പ്രാദേശിക ചാനലുകളാണ് എത്രയും പെട്ടെന്ന് വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് KV രാജൻ അഭിപ്രായപ്പെട്ടു. മുഖ്യധാര ചാനലുകളിലൊക്കെ അവരുടേതായ നിക്ഷിപ്ത താൽപര്യങ്ങൾ അല്ലെങ്കിൽ കച്ചവട താൽപര്യങ്ങൾ, അതുപോലെ തന്നെ ഉടമകളുടെ താൽപര്യങ്ങൾ, രാഷ്ട്രീയ താൽപര്യങ്ങൾ, ഇത്തരത്തിലുള്ള താൽപര്യങ്ങളുടെ പുറകെ പോകുകയും എന്തു വാർത്തയും അതിൻ്റെ പരമാവധി ഊറ്റിപ്പിഴിഞ്ഞ് അതിൻ്റെ മുഴുവൻ സത്തും വലിച്ചെടുത്തുകൊണ്ട് അത് പൊതുസമൂഹത്തിന് ആവശ്യമുള്ളതാണോ അല്ലയോ ഒന്നും തിരിച്ചറിയാതെ അവരുടെ കച്ചവട താൽപര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് മനുഷ്യജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി കേബിൾ TVയും പ്രാദേശിക മാധ്യമങ്ങളും മാറിയതായി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ES സുഭാഷ് പറഞ്ഞു. എന്തായാലും കേബിൾ TV ഇന്ന് ഈ ജനജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞുള്ള സംഭവമാണ്. കേബിൾ TVയും കേബിൾ വിഷനൊന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ കേബിൾ നെറ്റ്വർക്കൊന്നും ഇല്ലാണ്ട് മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയാത്ത
ഹസൈ. കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ രാജ്മോഹൻ മാമ്പ്ര, കേരള മീഡിയ അക്കാദമി സെക്രട്ടറി ചന്ദ്രഹാസൻ വടുതല, പ്രോഗ്രാം കൺവീനർ പി ഗോപകുമാർ, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PB സുരേഷ്, ജില്ലാ സെക്രട്ടറി P ആന്റണി, സനൂപ് ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. മൊബൈൽ ജേർണലിസം എന്ന വിഷയത്തിൽ സുനിൽ പ്രഭാകർ ക്ലാസ് എടുത്തു. തൃശൂർ, മലപ്പുറം, പാലക്കാട്, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള 100ഓളം മാധ്യമപ്രവർത്തകർ സെമിനാറിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് CCTV. പ്രശസ്ത കഥകളി ആചാര്യനും കലാമണ്ഡലം ഭരണസമിതി അംഗവുമായിരുന്ന മാത്തൂർ ഗോവിന്ദൻകുട്ടി ആശാന്റെ ആകസ്മിക മരണത്തെ തുടർന്ന് വ്യാഴാഴ്ച നടത്താനിരുന്ന എൻഡോമെന്റ് വിതരണം ചടങ്ങു മാത്രമായി നടന്നു. UR പ്രദീപ് MLA കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ദൂരസ്ഥലങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ എത്തിയ സാഹചര്യത്തിലാണ് സർട്ടിഫിക്കറ്റ് വിതരണം ചടങ്ങു മാത്രമായി നടത്തിയത്. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ TK നാരായണൻ അധ്യക്ഷത വഹിച്ചു. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, ഭരണസമിതി അംഗങ്ങളായ ഡോക്ടർ NR ഗ്രാമപ്രകാശ്, TK വാസു, കലാമണ്ഡലം പ്രഭാകരൻ, കരിയന്നൂർ നാരായണൻ നമ്പൂതിരി, K രവീന്ദ്രനാഥ്, അക്കാദമിക് കോർഡിനേറ്റർ V അച്യുതാനന്ദൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പൊന്നാനി അങ്ങാടിയിലെ ഗതാഗതക്കുരുക്കഴിക്കാൻ മെട്രോമാന്റെ സന്ദർശനം. പൊന്നാനിക്കാരും പൊന്നാനിയിൽ എത്തുന്നവരും വർഷങ്ങളായി അനുഭവിക്കുന്ന ഒന്നാണ് ടൗണിലെ ഗതാഗതക്കുരുക്ക്. ഇതിനൊരു പരിഹാരമെന്നത് കാലങ്ങളായുള്ള ആവശ്യമാണ്. ഈ ഗതാഗതക്കുരുക്കിനുള്ള പരിഹാരം കണ്ടെത്താൻ പൊന്നാനിയിലെ സാമൂഹിക പ്രവർത്തകരായ സമീർ ഡയാന, സലാം ഒലയാട്ടയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ മെട്രോമാൻ E ശ്രീധരനെ സന്ദർശിച്ച് ഉപദേശം തേടുകയായിരുന്നു. ഗതാഗതക്കുരുക്കിന് കാരണമായ ദൃശ്യങ്ങളും മറ്റും ലാപ്ടോപ്പിൽ അദ്ദേഹത്തെ കാണിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തു. സ്ഥലം സന്ദർശിക്കാൻ താൽപര്യപ്പെട്ട അദ്ദേഹത്തെ പൊന്നാനി ടൗണിലെത്തിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു നൽകി. ഗതാഗതക്കുരുക്കിന്റെ പ്രധാന കാരണങ്ങളിലൊന്നായ അങ്ങാടിപ്പാലം സന്ദർശിച്ച് കാര്യങ്ങൾ നേരിൽ കണ്ടു മനസ്സിലാക്കി നിലവിലെ നടപ്പാലം വാഹനങ്ങൾ കടന്നുപോകുന്ന തരത്തിൽ വീതി കൂട്ടേണ്ടി വരുമെന്ന് മെട്രോമാൻ പറഞ്ഞു. പാതി വഴിയിൽ നിലച്ച കനോലി കനാലിന്റെ പുനരുദ്ധാരണവും ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ 2 കാര്യവുമായും ബന്ധപ്പെട്ട് അധികാരികൾക്ക് താൻ കത്തയക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. CCTV ന്യൂസ് പുന്നീർകുളം. വെള്ളിയങ്കല്ല് തടയണയുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഷട്ടറുകൾ ഉയർത്തി തുടങ്ങി. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഘട്ടം ഘട്ടമായാണ് ഷട്ടറുകൾ ഉയർത്തുക. തടയണയുടെ ഷട്ടറുകൾ ഉയർത്തി ജലം തുറന്നുവിടുന്നതിന്റെ ഭാഗമായി 7 പഞ്ചായത്തുകളിലെ ജലവിതരണവും തടസ്സപ്പെടും. ഗുരുവായൂർ സബ് ഡിവിഷന് കീഴിലെ ചാലിശ്ശേരി, തിരുമിറ്റക്കോട്, നാഗലശ്ശേരി, തൃത്താല എന്നീ പഞ്ചായത്തുകളിൽ 15 ദിവസത്തേക്ക് കുടിവെള്ള വിതരണത്തിൽ നിയന്ത്രണമുണ്ടാകുമെന്നും ജലവിഭവ വകുപ്പ് അധികൃതർ അറിയിച്ചു. വെള്ളിയങ്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഷട്ടറുകൾ തുറന്ന് ജലം ഒഴുക്കിവിടുന്നതോടെ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാവുമെന്ന ആശങ്കയും ശക്തമായി. വെള്ളിയങ്കലിൽ നിന്നുമാണ് ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിലേക്കും തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ, കുന്നംകുളം മേഖലയിലേക്കും കുടിവെള്ളം എത്തിക്കുന്നത്. എന്നാൽ ഷട്ടറുകൾ തുറന്നാൽ വെള്ളിയങ്കൽ ജലസംഭരണിക്കകത്തെ വെള്ളം മുഴുവനും ഒലിച്ചുപോകും. ഇതിനാൽ ഈ പ്രദേശങ്ങളിൽ വരും മാസങ്ങളിൽ കടുത്ത കുടിവെള്ളക്ഷാമമാണ് നേരിടാൻ പോകുന്നതെന്ന് വെള്ളിയങ്കല്ല് സംരക്ഷണ സമിതി ചെയർമാൻ ചോലയിൽ വേലായുധൻ പറഞ്ഞു. നമുക്കറിയാം, നവീകരണ പ്രവർത്തനം നടക്കണം, നല്ല രീതിയിൽ തന്നെ നടക്കണം. കാരണം നമ്മുടെ സ്വപ്ന പദ്ധതിയാണ് വെള്ളിയങ്കൽ. ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ, അതിൻ്റെ നവീകരണ പ്രവർത്തനം നടത്തുമ്പോൾ അതിനുകാണ്ട് ഉപരി നമ്മൾ രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ പരുതൂർ പഞ്ചായത്തിലെ മംഗലംകുന്ന്, വെള്ളിയങ്കൽ ഉൾപ്പെടെയുള്ള ഭാഗം. അപ്പോൾ ഈ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ ജലം തുറന്നു വിടുമ്പോൾ പിന്നീട് ആ വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്ക ജനങ്ങൾക്കുണ്ട്.
വികസനങ്ങൾക്ക് എതിരല്ലെന്നും വെള്ളിയാങ്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നവീകരണം ആവശ്യമാണെന്നും എന്നാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുള്ള പ്രവർത്തനം ഉപേക്ഷിക്കണമെന്നും വേലായുധൻ പ്രതികരിച്ചു. കുടിവെള്ളക്ഷാമ പരിഹാരത്തിന് ബദൽ മാർഗങ്ങൾ കണ്ടെത്താൻ അധികൃതർ തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. CCTV ന്യൂസ്, തൃത്താല. ചാലിശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ കോമ്പൗണ്ടിൽ വൻ മരം ഏത് നിമിഷവും നിലം പൊതിക്കാവുന്ന അവസ്ഥയിൽ. ആശുപത്രിക്ക് മുൻവശം പ്രവേശന കവാടത്തിന് സമീപമാണ് മരം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. മരത്തിന്റെ ഭൂരിഭാഗവും ജീർണാവസ്ഥയിലാണ്. ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ എത്തുന്ന തൃത്താല മണ്ഡലത്തിലെ പ്രധാന സർക്കാർ ആശുപത്രി കൂടിയാണ് ചാലിശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രം. ഇതിനു പുറമെ സമീപത്തെ ചാലിശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്കും KCB ഓഫീസിലേക്കും ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും കുട്ടികളടക്കം നിരവധി പേരാണ് മരത്തിന് സമീപത്തുകൂടി കടന്നുപോകുന്നത്. മരത്തിന് സമീപത്തായി ഓട്ടോറിക്ഷ സ്റ്റാൻഡും കച്ചവട സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. സമീപത്തായി ഇലക്ട്രിക് പോസ്റ്റുകളും ആശുപത്രി കെട്ടിടവുമുണ്ട്. മരം കടപുഴകി വീണാൽ വലിയൊരു അപകടം തന്നെ സംഭവിക്കും. തിരക്കേറിയ പ്രദേശമായതിനാൽ എത്രയും വേഗം മരം മുറിച്ചുമാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനങ്ങൾക്ക് അപകട ഭീഷണിയായി നിൽക്കുന്ന മരം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് എന്ന പരാതിയുമുണ്ട്. ഇനി നവമാധ്യമ കാഴ്ച. തെങ്ങിൽ നിന്നും തേങ്ങയിടൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഉന്നം പിഴച്ചാൽ പണി പാളും. കുന്നംകുളത്ത് നിന്നും ഭീമോൻ നൽകിയ ദൃശ്യം. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.